ബിഗ് ബി ആണ് എന്നെ എവിടെ ചെല്ലുമ്പോഴും എന്നെ പറയണത്. ഞാൻ അതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും എന്നെ കണ്ട ബിഗ് ബി പറയും. ബിഗ് ബി കുറച്ച് ഡയലോഗ് പോർഷനും ഒക്കെ പറയും. പക്ഷേ പിന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ഈ കുട്ടിശ്രാങ്കാണ്. കുട്ടിശ്രാങ്ക് ഷാജി സാറിൻ്റെ കൂടെയുള്ള ജോലി എങ്ങനെയുണ്ടായിരുന്നു? ഷാജി സാറിൻ്റെ കൂടെ ഭയങ്കര രസമായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന് വലിയൊരു മനുഷ്യനായി നമ്മളെ കാണുമ്പോൾ അദ്ദേഹം വളരെ ലളിതമായ എന്താ പറയണ ഒരു പാവ മനുഷ്യനായിട്ടാണ്, പതുങ്ങിയ മനുഷ്യനായിട്ടാണ് വിളിക്കുക. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് നമ്മൾ വരണേ ഉള്ളൂ, പക്ഷേ സാധാരണ നമ്മൾ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ പേരല്ലേ വിളിക്കുക. പക്ഷേ ആ സിനിമക്കകത്ത് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് പാഞ്ചി എന്നാണ്. അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെയും പാഞ്ചിന്നേ വിളിക്കുകയുള്ളൂ. മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെയും ഇങ്ങനെ പല സമയങ്ങളിലും തമ്മിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോഴെല്ലാം പാഞ്ചിന്നേ വിളിക്കുകയുള്ളൂ. പിന്നെ ആർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്, നമ്മളെ എപ്പോൾ പുള്ളിനെ ഫോണിൽ വിളിച്ചോ ഫോൺ എടുക്കും, പുള്ളി എടുക്കാൻ ബിസിയാണ്, തിരിച്ചു വിളിക്കും. ഇത് ഏറ്റവും ഭയങ്കര ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ഒരു പടമൊക്കെ ചെയ്ത് ഒരു സംവിധായകനായ ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നമ്മൾ ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. ഇദ്ദേഹം അങ്ങനെയല്ല, ഫോൺ എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അപ്പം ഈ പാഞ്ചി എന്നുള്ളൊരു വിളി, അദ്ദേഹത്തിൻ്റെ എളിമ, അങ്ങനെ. പിന്നെ പുള്ളി ആ സിനിമയുടെ ഒരു പ്രത്യേകത, അന്ന് 5 നാടകത്തിൽ നിന്ന് 5 പേരാണ് സിനിമയിലേക്ക് വരുന്നത്. ഞാൻ, രാജീവ് കളമശ്ശേരി, കൃഷ്ണൻ, സജി സോപാനം, രാജേഷ് ശർമ്മ. ഞങ്ങൾ 5 പേരാണ് അന്ന് സിനിമയിൽ ഒരു നാടകത്തിൽ നിന്ന് വരുന്നത്. ഷൂട്ട് നടക്കുന്ന സമയത്തെല്ലാം ഈ സിനിമയെ പറ്റിയും ഞങ്ങൾ 5 പേരെ പറ്റിയും ഭയങ്കര വാർത്താ പ്രാധാന്യം ഉണ്ടായ സമയമാണ്. 5 പേര് സിനിമയിലേക്കെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ ഭയങ്കര വാർത്താ പ്രാധാന്യം ഉണ്ടായതാണ്. ആ സിനിമ വരുന്നതോടുകൂടി നമ്മുടെ കരിയർ മാറും എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആ കാലത്ത് പല ഈ ചാനലൊന്നും അത്ര ഭയങ്കര പോപ്പുലർ മാഗസിൻസാണത്. അതിലേറ്റവും പ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നാന പോലുള്ള വാരികകൾ നമ്മൾ സ്ഥിരമായി, നാടകക്കാരനാണെങ്കിൽ പോലും നാന വാരിക നമ്മൾ സ്ഥിരമായി വായിക്കും. അത് വീട്ടിൽ മേടിച്ചിട്ടല്ല, അടുത്ത ബാർബർ ഷോപ്പ് അവിടെയൊക്കെയാണ് ഉണ്ടാവുക. അവിടെ പാക്കരൻസ് കൊണ്ടൊരു ബാർബർ ഷോപ്പ് ഉണ്ട് നമുക്ക് തൊട്ടടുത്ത്, അവിടെ ഈ സാധനം ഉണ്ടാവും. അപ്പം ഇതിൻ്റെ നടുക്കത്തെ പേജ് എന്ന് പറയുന്നത് ഈ പാതി പിന്നെ വസ്ത്രമില്ലാത്ത ഒരു പടമായിരിക്കും, അർദ്ധനഗ്ന പടമായിരിക്കും ഇതിൻ്റെ സെൻറ്ററിൽ വരിക. പക്ഷേ എനിക്ക് തോന്നുന്നു നാനയുടെ എൻ്റെ ചരിത്രത്തിൽ ആദ്യമായി അടിച്ചു വന്നൊരു പടം എൻ്റെ ഈ മമ്മൂക്കടയും കൂടിയിട്ടാണ്. ഞാനും മമ്മൂക്കും കൂടി ഇങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പടം, നടുക്ക് പേജ്. പിന്നെ പടം നമ്മൾ വിചാരിച്ച പോലെ ആ പടം അങ്ങനെ അവാർഡ് വന്നു. അതൊരു വലിയ കാര്യമാണ്. ഞാൻ അഭിനയിച്ച അല്ലെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞ ആ സിനിമ അവാർഡ് വന്നൊരു സിനിമ, അതിൻ്റെ ഒരു അഭിമാനം.